വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ സിനിമ എന്ന് പറയില്ലേ? യെസ്, അബ്സല്യൂട്ട് സിനിമ. ഇറ്റ്സ് നൺ അതർ ദാൻ കേരള വേഴ്സസ് ഗുജറാത്ത് രഞ്ജി ട്രോഫി സെമി ഫൈനൽ. ഓരോ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് കേരളത്തിന്റെ രഞ്ജി ട്രോഫി ഫൈനൽ പ്രവേശനം എന്നുള്ളത് ഒരു സ്വപ്നമായി തുടരുകയായിരുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക് ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ 75 ഓവറുകൾ അകലെ മാത്രമാണ് നമ്മുടെ ആ ഒരു ഫൈനൽ എന്നുള്ള സ്വപ്നം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് തന്നെ ഈ ഒരു സെമി ഫൈനലിനെ വിശേഷിപ്പിക്കാം. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ കേരളം 457 റൺസ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങി ഗുജറാത്ത് വൻ അറ്റാക്ക് തന്നെയായിരുന്നു അടിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. 5-ാം ദിനത്തിൽ 28 റൺസ് 3 വിക്കറ്റ് ബാക്കി നിൽക്കെ ഗുജറാത്തിന് നേടിക്കഴിഞ്ഞാൽ ലീഡ് ഉയർത്താൻ സാധിക്കുമായിരുന്നു. നമുക്കറിയാം, സെമി ഫൈനലുകളിൽ ആദ്യ ഇന്നിങ്സിൽ ലീഡ് ഉയർത്തിയ ടീം മത്സരം ഡ്രോ ആകുകയാണെങ്കിൽ ഫൈനലിലേക്ക് കടക്കും. പക്ഷേ 457 അടുക്കാൻ 455 വെറും 2 റൺസ് ശേഷിക്കെ അവിടെ അവസാന വിക്കറ്റും പിഴുതെറിഞ്ഞ് കേരളം 2 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ 455 ഗുജറാത്തിനെ ഓൾ ഔട്ട് ആക്കുന്നു. നിലവിൽ 2 റൺസിന്റെ ലീഡ് നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം 75 ഓവറുകൾ അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, വിക്കറ്റുകൾ അധികം കളയാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരള അടുത്ത രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കും. അതായത് വരാൻ പോകുന്ന രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം കളിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് ക്യാച്ച് ഒക്കെ ശരിക്കും ഇന്നത്തെ ദിവസം രഞ്ജി ട്രോഫി കണ്ടവർക്ക് ഒരു മൊമെന്റ് പോലും കണ്ണടച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ഒരു മൊമെന്റ് പോലും സ്കിപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അമ്മാതിരി മൊമെന്റ് ആയിരുന്നു. ആ ക്യാച്ചൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നക്സംവാലയുടെ ക്യാച്ച് ഹെൽമെറ്റിൽ തട്ടിയിട്ട് അവിടെ സച്ചിൻ ബേബി ക്യാച്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് കോരിത്തെരിപ്പ് കൊണ്ട് എണീറ്റ് ചാടിപ്പോയി. അമ്മാതിരി മൊമെന്റ് ആയിരുന്നു. ശരിക്കും ഈ ഒരു രഞ്ജി ട്രോഫി ജേർണി തന്നെ കഴിഞ്ഞ 5 മാസത്തെ കഷ്ടപ്പാടാണ്. ആ ഒരു കഷ്ടപ്പാടിന് ഏറ്റവും വലിയ വില കൊടുക്കുന്ന രീതിയിലുള്ളൊരു ബോളിംഗ് ആയിരുന്നു നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലെ പറയണം, അന്യായം തന്നെയായിരുന്നു. 4 വിക്കറ്റുകൾ ജലസക്സേന ഇട്ടു. അതോടൊപ്പം തന്നെ സെഹ്വാഗെ 4 വിക്കറ്റ് ഇട്ടു. ഓൾസോ ബേസിലും അതോടൊപ്പം തന്നെ നിതീഷും ഓരോ വിക്കറ്റുകൾ വീതം ഇട്ടു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നല്ല, നമ്മൾ നന്നായിട്ട് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മത്സരം ജയിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു 2 റണ്ണിന്റെ ലീഡ് വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും ആ ഒരു 75 ഓവറുകൾ കൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കളിക്കും കേസ്. മോസ്റ്റ് പ്രോബബ്ലി വിദർഭയായിരിക്കും നമ്മുടെ ഫൈനലിലെ എതിരാളികളാവാൻ സാധ്യതകൾ കൂടുതൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്? കണ്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം കാരണം ഇപ്പോഴും രോമം തന്നിട്ടുണ്ടാവില്ല. സോ ബൈ ബൈ ഗൈസ്.